പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം, ഈ ബുദ്ധി ഉറങ്ങിയാൽ ലക്ഷ്യം തെറ്റും. ഉറപ്പാണ്, ബുദ്ധി ഉറങ്ങിയാൽ ലക്ഷ്യം തെറ്റും. അതുകൊണ്ട് സദാസമയം ജാഗരൂകരാക്കി വെക്കണം. ഏതിനെ? ബുദ്ധിയെ. ഉറങ്ങുന്ന സമയത്തും ബുദ്ധി ജാഗ്രതത്തിലുള്ള ഉറക്കമായിരിക്കണം. ഇനി ഞാനിത് പറയുമ്പം തികച്ചും സൈക്കോളജിക്കൽ വിഷയമാണ്, മനഃശാസ്ത്രപരമായ വിഷയമായതുകൊണ്ട് അല്പം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ എൻ്റെ പൊരുൾ മനസ്സിലാകും, ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. റൈറ്റ്? ബുദ്ധി ഉറങ്ങിയാൽ ലക്ഷ്യം തെറ്റും. നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഫസ്റ്റ് ആ ലക്ഷ്യം തെറ്റുന്നപ്പോഴാണ് ബുദ്ധി ഉറങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ ഉറക്കത്തെ സംബന്ധിച്ച് നമ്മൾ അറിയുകയാണെങ്കിൽ ഉറക്കത്തിന് 3 തലങ്ങളുണ്ട്. ഒന്ന് ഗാഠനിദ്ര എന്ന് പറയും. നമ്മളൊന്നും അറിയാതെ റിലാക്സായിട്ട് ഉറങ്ങുന്ന സമയം ഈ ലോകത്ത് നമ്മളില്ല. രണ്ടാമത്തത് അർത്ഥഗാഠനിദ്ര എന്ന് പറയും. എന്ന് വെച്ചാൽ മയക്കമെന്ന് നമ്മൾ പറയാറില്ല. ചുറ്റും നടക്കുന്ന ഏകദേശം ഒരു വേഗമായിട്ട് ഐഡിയയൊക്കെ ഉണ്ട്, ചില ശബ്ദങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നു, അർത്ഥമയക്കാത്ത. മൂന്നാമത്തതുണ്ട് അടുത്ത് എന്ത് ശബ്ദം കേട്ടാലും പടക്കം പൊട്ടിയാലും ഈ വ്യക്തി അറിയില്ല. ഗാഠമായ ജാഗ്രത. എന്നാൽ അയാൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും വിഷയത്തിൻ്റെ കാര്യത്തിനോട് സമാനമായി വന്നാൽ പെട്ടെന്ന് ഉണരും. പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ അടുക്കി പിടിച്ചുകൊണ്ട് ഉറങ്ങുകയാണ്. തൊട്ടടുത്ത് എത്ര ശബ്ദം ഉണ്ടെങ്കിലും പാത്രം വീണാലും ഒന്നും അമ്മ ഉണരില്ല, അത്രത്തെ ടയേർഡാണ് മൈൻഡ്. പക്ഷേ കുഞ്ഞൊന്ന് ചലിച്ചാൽ പെട്ടെന്ന് ഉണരും. കാരണം കുഞ്ഞ് എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ജാഗ്രതയുള്ള ഗാഠനിദ്രയിൽ ഒരു പ്രകാശം ഇങ്ങനെ എപ്പോഴും സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സെൻട്രിക് പോസ്റ്റർ എന്ന് സൈക്കോളജി പറയും. അതുമായിട്ടാണ് കണക്ഷൻ, ലിങ്ക് സദാസമയം. അപ്പോൾ ഈ 3 അവസ്ഥയാണ് ഉറക്കത്തിനുള്ളത്. സാധാരണ നാച്ചുറൽ സ്ലീപ്പ്. എന്നാൽ ഉണർന്നിരിക്കുമ്പോഴും ഇതേപോലെ ഉണർവിലെ ഉറക്കമുണ്ട്. ആദ്യത്തേത് ഉറക്കത്തിലെ ഉറക്കം, രണ്ടാമത്തേത് ഉണർവിലെ ഉറക്കം. അതെന്താണത്? എല്ലാവരും ഉണർന്നൊക്കെ ആയിരിക്കുന്നത് സദാസമയം, കാരണം രാത്രിയിൽ ഉറക്കമില്ല. ഈ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഉള്ള അവസ്ഥയാണ്. ചിലരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഉണർന്നൊക്കെ ഇരിക്കുന്നുണ്ട്, ഒന്നിനെപ്പറ്റിയും പ്രത്യേകിച്ച് വലിയ ചിന്തയൊന്നുമില്ല, ഒരാഗ്രഹങ്ങളും ഇല്ല, ഒരു കുഴപ്പവുമില്ല. എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ വല്ലതും കഴിക്കുന്നു, അതിന് നിർബന്ധമൊന്നുമില്ല, വിശക്കുവാണെങ്കിൽ വല്ലതും കഴിയുന്നു, കുളിച്ചാൽ കുളിച്ചു, ഉറക്കം വന്നാൽ ഉറക്കാൻ വന്നു. ഒരു നിർവികാരത. ഈ ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകും. അതും എന്താണ്? ഒരു ഉറക്കമാണ്, ഉണർവിൽ ഉറക്കമാണ്. ചത്തതിനൊക്കുവേ ജീവിച്ചിരിക്കും. രണ്ടാമത്തെ കൂട്ടരുണ്ട്, ഇവരെപ്പോഴും ഉത്കണ്ഠാകുലരായിരിക്കും. ഇതൊന്നും അല്ല, എനിക്ക് എന്തൊക്കെയോ നേടാനുണ്ട്, എൻ്റെ ഉള്ളിലൊരു ശക്തിയുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ സദാ ഒരു അർത്ഥമയക്കാവസ്ഥയിലായിരിക്കും. ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇവർക്ക്. എന്നാൽ അറിയണമെന്നും മാറണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ സാധിച്ചിട്ടില്ല. എന്തോ ഇതിൻ്റെ പിന്നിൽ കറക്റ്റ് ചെയ്യാനുണ്ടെന്നുള്ള ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ സെൻറ്ററിലേക്ക് അത് കറക്റ്റ് ചെയ്യാൻ കയറി വരാറുള്ളത്. മൂന്നാമത്തെ കൂട്ടരുണ്ട്, അവർ ഈ ലോകത്ത് എല്ലാവരോടൊപ്പം ജീവിക്കുന്നതോടൊപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിലെ കെടാവിളക്ക് പോലെ അവരുടെ ലക്ഷ്യം എപ്പോഴും ഉണ്ടാകും. ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും വീട്ടിൽ എല്ലാവരോടും ഇടപെടുമ്പോഴൊക്കെ അവരെപ്പോഴും അവരുടെ ലൈൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ലക്ഷ്യം. ബിസിനസ്സിൻ്റെ കാര്യത്തിലാകാം, ജീവിതത്തിന് ആരോഗ്യത്തിൻ്റെ കേസിലാകാം, തൻ്റെ ചില കലാപരമായ കാര്യങ്ങളിലാകും, എപ്പോഴും അവരിതിൽ. അതുകൊണ്ട് ചില സംഗീതജ്ഞരെയൊക്കെ കണ്ടിട്ടില്ലേ, പാട്ട് പാടുന്ന കുട്ടികൾ, അവരൊക്കെ ഉള്ളിൽ ആ സാധനം ഉണ്ട്, എപ്പോഴും ഒരു ഇങ്ങനെ തലയെ കാട്ടിക്കൊണ്ട് നടക്കുന്നത്, ചെറിയ എവിടെയെങ്കിലും ഒരു താളം പിടിക്കുന്നതൊക്കെ കാണാം വെറുതെ ഇരിക്കുന്ന സമയത്ത്. കാരണം അവരുടെ അതുമായിട്ടാണ് കണക്ടിവിറ്റി. അപ്പം ഉണർവിൽ തന്നെയുള്ള ഉറക്കത്തിൽ ആ ജാഗ്രത മനസ്സിലായോ? അതിലോട്ടാണ് ശ്രദ്ധ. അപ്പോൾ ഈ 2 അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയാണ് നമുക്ക് ഫലം കിട്ടുന്നത്? ഫലം കിട്ടുന്നത് ജാഗ്രതയോടുകൂടി സദാസമയവും ഒരു ലക്ഷ്യത്തിലേക്ക് കണ്ടിന്യൂസായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ശ്രദ്ധ പതിയുന്ന ഏത് വ്യക്തികൾക്കും അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ലക്ഷ്യത്തിൽ വരാതെ കേസ് എന്താ? അല്ല, ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുന്നത് ഒന്നില്ലേ, നിങ്ങൾ സാധാരണ ഉറക്കത്തിലാണ്, ബുദ്ധി ഉറങ്ങി. അപ്പോൾ മനസ്സിലാകുന്നില്ല എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുള്ളത്. രണ്ടാമത്തെ ആൾക്കാരോ, അവർ ഉത്കണ്ഠാകുലം വേവലാതികളുമായിട്ട് നടക്കുന്നു. ഇതൊന്നുമല്ല, എത്തണം, ലക്ഷ്യത്തിൽ ശ്രമിക്കുന്നുണ്ട്, പെടാപ്പാട് പേടുന്നുണ്ട്, പക്ഷേ എത്തുന്നില്ല. ചിലരതല്ലാന്ന് ഞാൻ പറഞ്ഞു. ഏതുറക്കത്തിലും, ഉണർവിലാണെങ്കിലും ഉറക്കത്തിലാണെന്ന് പറഞ്ഞാൽ അവർ ലക്ഷ്യമായിട്ട് സദാ കണക്റ്റ് ആയിരിക്കും. അവർ ആ രംഗത്ത് വെട്ടിത്തിളങ്ങുന്നു, അവരാൽ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നു. അങ്ങനെയൊക്കെ ആകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് ഉറപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ജാഗ്രതയിലുള്ള ഉറക്കം. നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഏത് വേള ഉണർന്നിരിക്കുമ്പോഴും എല്ലാവരോടൊപ്പം സഹകരിക്കുന്നു, എല്ലാ കാര്യങ്ങളും വ്യാപൃതരാകുന്നു. പക്ഷേ ലക്ഷ്യം, നമ്മൾ വലിയ വലിയ ബിസിനസ്സുകാരെ കണ്ട്, യൂസഫലിയെ കണ്ടിട്ടില്ലേ,
അല്ലെങ്കിൽ അത് കണക്ക് കലാരംഗത്തോ സാഹിത്യരംഗത്തോ അത്യുന്നതങ്ങൾ നിൽക്കുന്നവർ എല്ലായിടത്തും വിഹരിക്കും സാധാരണക്കാരെ പോലെ ചിരിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ജീവിക്കും. പക്ഷേ അവരുടെ ലക്ഷ്യം മുഴുവൻ ആ ജാഗ്രതയിലുള്ള ആ ശ്രദ്ധയാണ്. അതായത് ഏത് ഇരുട്ടത്തും ഒളിമങ്ങാത്ത ദീപം പോലെ ആ ലക്ഷ്യം എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ പാതയിലാണ് കടന്നങ്ങോട്ട് പൊക്കോളും. അതുവരെ എന്ത് വേണം? അതിലേക്ക് എത്താൻ നിരന്തരമായ പരിശീലനം ആവശ്യമുണ്ട്. അതിനാദ്യം വേണ്ടത് ഉണരുക എന്നുള്ളതാണ്. ഈ ബുദ്ധി ഒന്ന് ഉണർത്തണം. ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ അറിയാം, നിങ്ങളുടെ ചുറ്റുപാടും തന്നെ അറിയാം, സുഹൃത്തുക്കളുടെ ഇടയിലുണ്ട് അല്ലേ, ഇവർ ആദ്യത്തെ ഒരു ഉറക്കത്തിലാണ്. ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിന് തമോ ഗുണമെന്ന് പറയും, ഒരാലസ്യം. അവർക്കൊരു പ്രശ്നമൊന്നുമില്ല, അവർക്ക് കൂടുതൽ നേടണമെന്നുമില്ല. അവരെങ്ങനെങ്കിലും അവരുടെ കാര്യമൊക്കെ സാധിച്ചാൽ മതി. ആരെങ്കിലും സാധിച്ചാൽ ഒരു നാണോ വലിയൊരു മാണോ ഒന്നുമില്ല, ആരെന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമില്ല. പക്ഷേ അവരെ സഹിക്കുന്നവർക്കാണ് പ്രശ്നം. പ്രത്യേകിച്ച് സമൂഹത്തിലൊക്കെ ആകുമ്പം, ഒരു കുടുംബത്തിലൊക്കെ ആകുമ്പം ഇവർക്ക് യാതൊരു കൂസലുമില്ല ജീവിതത്തിൽ. എത്ര കടം വന്നോട്ടെ, വെള്ളം വന്നോട്ടെ, വെള്ളം കയറി മൂക്കറ്റം വന്നോട്ടെ, അവർക്കൊരു പ്രശ്നമില്ല. അത് കണ്ടു നിൽക്കുന്നവർക്കോ കൂടെ ഉള്ളവർക്കോ ബുദ്ധിമുട്ട്. രണ്ടാമത്തെ കൂട്ടർ എപ്പോഴും എന്താണ്, ത്രസിച്ച് ഊട്ടിപ്പിടച്ച് ഇതല്ല ഇങ്ങനെ പോരാ, ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കുന്നുണ്ട്, ഭയങ്കര തിരുതിര ശ്രമിക്കുന്നുണ്ട്, പെടാപ്പാട് പാടുന്നുണ്ട്, ഓരോരുത്തർക്കും നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം ജോലികൾ ചെയ്തു പോകുന്നുണ്ട്, എന്നാലും അതിനപ്പുറത്തേക്കുള്ള വ്യാകുല ചിന്തയായിട്ട് നടക്കുന്നുണ്ട്. ഒരു പരിധിവരെ അവരുടെ ആ ശ്രമത്തിലൂടെ ഭൗതികമായ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ നേടുന്നുണ്ട് അവർ. പക്ഷെ അകത്തെപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താ? ഉള്ളിൽ അണയാത്ത ദീപം അതേപോലെ നിൽക്കണില്ല. അതുണ്ടാകണം. മൂന്നാമത്തെ കൂട്ടരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും, ഏത് സാഹചര്യത്തെയും അത് അതിൻ്റേതായ രീതിയിൽ നിയതമായ ചില നിയമം ഉണ്ട് എന്ന് അറിയുന്നവരാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? ഉള്ളുകൊണ്ട് മനസ്സിലാക്കും, ഇത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, ഇപ്പോൾ ഞാൻ ബേജാറടിച്ചിട്ട് ഒരു കാര്യവുമില്ല, പക്ഷേ എൻ്റെ ലക്ഷ്യം അതാണ്, എൻ്റെ നിയോഗം അതാണ്, അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിൽ 3 വിധത്തിൽ ഉള്ള മാനസിക വകഭേദങ്ങൾ ഓരോരുത്തരിലുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി ഉറങ്ങിയാൽ തീർച്ചയായിട്ടും ലക്ഷ്യം തെറ്റും എന്നുള്ളതാണ്. ബുദ്ധി ഉറങ്ങി കിടക്കുന്ന ലക്ഷ്യമില്ല ഒന്നാമത്തെ. രണ്ടാമത്തെ കൂട്ടർക്ക് കൃത്യ ലക്ഷ്യമില്ല. മൂന്നാമത്തെ കൂട്ടർ ലക്ഷ്യവും അതോടൊപ്പം തന്നെ ജാഗ്രതയോടുകൂടി സദാ വസിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തും നേടുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നേടുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുകയും ആവശ്യമില്ലാത്തത് കടന്നു വരാതിരിക്കാൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ലക്ഷ്യം വെക്കുന്നതിന്, ഇതൊക്കെയാണ് അവരുടെ ഉള്ളിൽ കെടാതെ നിൽക്കുന്ന ആ ഒരു സെൻട്രിക് പോസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ സെൻട്രിക് പോസ്റ്റ്, അതിലേക്ക് മാത്രമുള്ള ലൈൻ. നേരത്തെ പറഞ്ഞ അമ്മയുടെയും കുഞ്ഞിൻ്റെ അവസ്ഥ അല്ലേ, അമ്മ അടുക്കി പിടിച്ച് കിടക്കുന്ന കുഞ്ഞ് ചലിച്ചാൽ അമ്മയെന്ന് ഉണരും, മറ്റൊന്ത് കേട്ടാലും അവർക്കൊരു പ്രശ്നവും ഇല്ല. അതുമായിട്ടായിരിക്കും കണക്ടിവിറ്റി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. നന്ദി, നമസ്കാരം.